അതുകൂടാതെ ഹലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൻസ് ക്ലിക്സ്. കപ്പൽ സംബന്ധമായ കോഴ്സുകളൊക്കെ ചെയ്തതിന് ശേഷം കപ്പൽ കിട്ടാതെ ഒത്തിരി പേര് വിഷമിച്ച് എനിക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കപ്പലിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കപ്പലിൽ ജോലി തരാനുള്ള പവറൊന്നുമില്ല. അതൊക്കെ നടത്തുന്നത് കമ്പനി നേരിട്ടാണ്. പിന്നെ കുറേ ഏജൻസ് മുഖേനയും ജോലി കിട്ടാറുണ്ട്. എന്നാൽ അതിൽ കുറച്ച് റിസ്ക് ഉള്ളത് ചിലവന്മാർ പൈസ മേടിച്ചിട്ട് പറ്റിച്ചേച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഷിപ്പിംഗ് കമ്പനീസൊക്കെ നടത്തുന്ന സ്പോൺസർഷിപ്പ് എക്സാം നമ്മൾ പാസ്സാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം സിനർജി എന്ന ഷിപ്പിംഗ് കമ്പനി എല്ലാ വർഷവും ഇങ്ങനത്തെ സ്പോൺസർഷിപ്പ് എക്സാംസ് നടത്താറുണ്ട്. കുറച്ച് എക്സാംസ് അത് കോഴ്സിന് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയും ബാക്കി കുറേ എക്സാംസ് ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയാണ് അവർ നടത്തുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ, യോഗ്യതയും എത്ര വയസ്സുള്ളവർക്ക് അത് പങ്കെടുക്കാം, അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ അവരവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തംബ്നെയിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ പോലും നമുക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങളത് എലിജിബിൾ ആണെങ്കിൽ അപ്പിയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡെക്ക് കേഡറ്റ്, എൻജിൻ കേഡറ്റ് തുടങ്ങിയ എക്സാമിലേക്കുള്ള രജിസ്ട്രേഷൻ്റെ അവസാന തീയതി ഏപ്രിൽ 12 ആണെങ്കിൽ GP റേറ്റിംഗ് അതുപോലെ CCMC കഴിഞ്ഞിട്ട് ട്രെയിനി ജീസിനോട്ടുള്ള ആ ഒരു സ്പോൺസർഷിപ്പിൻ്റെയൊക്കെ അവസാന രജിസ്ട്രേഷൻ ഡേറ്റ് മാർച്ച് 4. അതുകൊണ്ട് അധികം സമയം കളയാതെ നിങ്ങൾ അതിൽ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സൈറ്റിൽ ഇവരുടെ കൊടുത്തേക്കുന്ന ലിങ്കിൽ ആ സൈറ്റിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞ് വലിച്ചു നീട്ടി വെറുപ്പിക്കുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കോഴ്സിന് പോകുന്നതിന് മുമ്പുള്ള എക്സാംസ് അവർ നടത്തുന്നുണ്ടെന്ന്. അതിലൊന്ന് DNS, അതായത് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ലീഡിങ് ടു BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സിന് പോകുന്നതിന് മുമ്പുള്ള ഒരു എക്സാമാണ്. അത് +2 സയൻസ് കഴിഞ്ഞവർക്ക് മാത്രം അത് നോക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 60% മാർക്ക്, +2 ഇംഗ്ലീഷിന് 50%, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്, കുറേ ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പം ഞാൻ പണ്ട് MSc എന്നൊരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് എക്സാം എഴുതി അങ്ങനെ ഈ 1 ഇയർ കോഴ്സ് പഠിച്ച് പിന്നെ ഷിപ്പിൽ കയറിയാണ് ദൈവം സഹായിച്ച് ഇപ്പോൾ ക്യാപ്റ്റൻ വരെ ആകാൻ സാധിച്ചു. ഈ കോഴ്സിൻ്റെ ഫീസൊക്കെ നമ്മൾ തന്നെ കൊടുക്കണം. സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ കരയിലെ ഒരു പ്രീ-സീ ട്രെയിനിങ് ഒരു വർഷത്തെയോ അല്ലെങ്കിൽ ആ ഒരു പ്രീ-സീ ട്രെയിനിങ്ങിന് ശേഷം നമുക്ക് ട്രെയിനിങ് ആയിട്ട് കപ്പലിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെ കപ്പൽ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ഏജൻറ്റിനെയൊക്കെ പോയി കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ കുറേ പേര് ഞാൻ നേരത്തെ പറഞ്ഞു പറ്റിക്കുമെന്നൊക്കെ. അപ്പോൾ ഈ ഏജൻറ്റ് ചാർജ് ചെയ്യുന്നത് 5 ലക്ഷവും 6 ലക്ഷം രൂപയൊക്കെയാണ് ഒരു കേഡറ്റായിട്ട് കപ്പലിൽ പോകാൻ വേണ്ടി. അതും നല്ല സ്റ്റാൻഡേർഡ് കമ്പനി കിട്ടാനും ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ സിനർജി പോലുള്ള നല്ല നല്ല കമ്പനികളൊക്കെ ഇതുപോലത്തെ സ്പോൺസർഷിപ്പ് എക്സാം നടത്തുമ്പോൾ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം നമ്മളിത് സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നീട് കപ്പലിൽ കയറുമ്പം ഒരു സ്റ്റൈഫൻഡോടുകൂടി നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അതിനകത്ത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ടെസ്റ്റ്, കോമൺ എൻട്രൻസ് ടെസ്റ്റും നമുക്ക് പാസ്സാകേണ്ടിയിരിക്കുന്നു. സെപ്റ്റംബർ 1 1999 ശേഷം ജനിച്ചവർക്ക് മാത്രമേ അത് പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ +2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മാർക്കൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ +2 ഇപ്പം 12th നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും അത് അപ്പിയർ ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 മണിക്കൂർ സമയമേ ഉള്ളൂ. ഇപ്പോൾ ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്കാണ്. തെറ്റുത്തരമായാൽ 0.25 നെഗറ്റീവ് മാർക്കുണ്ട്. അടുത്ത കോഴ്സിന് മുമ്പുള്ള എക്സാം എന്ന് ഉദ്ദേശിച്ചത് ഗ്രാജുവേറ്റ് മറീൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിന് മുമ്പുള്ള എക്സാമാണ്. അതായത് BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കപ്പലിൽ വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ളൊരു കോഴ്സാണ് ഈ 1 ഇയർ GME കോഴ്സ്. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു സ്പോൺസർഷിപ്പ് അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ 1 ഡിസംബർ 96 ശേഷം ജനിച്ചവർക്ക് മാത്രമേ ഇത് നമുക്ക് യോഗ്യതയുള്ളൂ. അതുപോലെ തന്നെ മാർക്ക് ക്രൈറ്റീരിയ ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PCMന് 60%, ഇംഗ്ലീഷിന് 50%. അതുപോലെ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഫൈനൽ ഇയറിൽ 50% എങ്കിലും മാർക്ക് വേണം. അതുപോലെ ഈ അവസാനം എക്സാം എഴുതി ഇപ്പോൾ കഴിയാൻ പോകുന്നവർക്കും ഇത് അപ്പിയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ 2 മർച്ചൻ്റ് നേവി കോഴ്സിന് മുമ്പായിട്ട് അവർ ഇങ്ങനത്തെ സ്പോൺസർഷിപ്പ് എക്സാം നടത്തുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കോഴ്സ് കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ കോഴ്സ് കഴിയാൻ പോകുന്നവർക്ക് വേണ്ടി ഉള്ള എക്സാമിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് ഡെക്ക് കേഡറ്റ്, എൻജിൻ കേഡറ്റ് ഈ 2 കോഴ്സുകൾ. അപ്പോൾ ഡെക്ക് കേഡറ്റിൽ 2 കോഴ്സ് ഉണ്ടെന്ന് DNS, അതായത് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, അല്ലെങ്കിൽ പിന്നെ BSc നോട്ടിക്കൽ സയൻസ് 3 വർഷത്തെ കോഴ്സ്. അപ്പോൾ ഈ 2 കോഴ്സ് കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ കഴിയാൻ പോകുന്ന ഫൈനൽ ഇയർ എക്സാം കൊടുക്കുന്നവർക്കൊക്കെ ഇതിൽ പോയി അപ്പിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് 1 ഓഗസ്റ്റ് 96 ശേഷം ജനിച്ചവർക്ക് മാത്രമേ അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾ ലിങ്കിൽ പോയി നോക്കുക. ഇപ്പോൾ മർച്ചൻ്റ് നേവി കോഴ്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സാധാരണ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴിയൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ കമ്പനികൾ നടത്തുന്ന
ആ സ്പോൺസർഷിപ്പ് എക്സാം പോയി അപ്പിയർ ചെയ്ത് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ മുന്നോട്ടുള്ള കരിയർ നല്ല എളുപ്പമായിരിക്കും. അതുപോലെ മറീൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞവർക്കും പഠിച്ച് കഴിയാൻ പോകുന്നവർക്ക് വേണ്ടിയും അവർ എക്സാം നടത്തുന്നുണ്ട്. അതിനുള്ള യോഗ്യതയും നിങ്ങൾ ഈ ഒരു ഇതിൽ പോയി നോക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം തന്നെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ യോഗ്യതയുള്ളവരാണെങ്കിൽ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് GP റേറ്റിംഗ് എന്ന കോഴ്സിനെ പറ്റി നോക്കാം. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ടുള്ള ഒരു കോഴ്സാണ് ഈ 6 മാസത്തെ GP റേറ്റിംഗ്, ജനറൽ പർപ്പസ് റേറ്റിംഗ് കോഴ്സ്. ഇപ്പോൾ +2 കൊമേഴ്സൊക്കെ ഉള്ളവർക്ക് ഓഫീസർ സൈഡിലോട്ട് കയറാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഒരു GP റേറ്റിംഗ് പോകാവുന്നതാണ്. അപ്പോൾ ഡിസംബർ 1 1999 ശേഷം ജനിച്ചവർക്കും ജനുവരി 1 2007 മുൻപ് ജനിച്ചവർക്കും ആ ഒരു ടൈം ഗ്യാപ്പിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇത് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ 50% മാർക്ക് ഇംഗ്ലീഷിനൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ ഈ 6 മന്ത് GP റേറ്റിംഗ് കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം, അല്ലെങ്കിൽ കഴിയാൻ പോകുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. സാധാരണ GP റേറ്റിംഗ് ഒക്കെ പഠിച്ചിട്ട് മിക്കവരും ഏജൻറ്റ് വഴി തന്നെയാണ് പോകുന്നത്. കാരണം മിക്ക കോളേജുകളിലും പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടാറില്ല. ഞാൻ കൂടെ പറയുന്നത് പോലെ ഇങ്ങനത്തെ കമ്പനികൾ ഏതെങ്കിലും ഒരു അവസരം തരുമ്പം അത് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമുക്ക് ട്രെയിനി ജനറൽ സ്റ്റീവേർഡിൻ്റെ ആ ഒരു എക്സാമിൻ്റെ കാര്യങ്ങൾ നോക്കാം. സർട്ടിഫൈഡ് കോഴ്സ് ഇൻ മാരിടൈം കാറ്ററിംഗ്, അതായത് CCMC 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ആ കോഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതും 6 മാസത്തെ കോഴ്സാണ്. കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പരിപാടിയാണ്. ജനറൽ സ്റ്റീവേർഡായിട്ട് കപ്പലിൽ കയറി ട്രെയിനി ആയിട്ട് കയറി ചീഫ് കുക്കൊക്കെ ആയിട്ട് പോകാവുന്ന ഒരു സാധ്യതയുള്ള ഒരു സംഭവമാണ് കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ 1 ജാനുവരി 1997 ശേഷം ജനിച്ചവർക്ക് വേണ്ടി ആണ് ഇവർ ഈ എക്സാംസ് നടത്തുന്നത്. നിങ്ങൾ CCMC എന്ന് പറഞ്ഞ കോഴ്സ് കഴിഞ്ഞിരിക്കണം. അതുപോലെ 10ാം ക്ലാസ്സിലും ഇംഗ്ലീഷിലൊക്കെ 50% മാർക്ക് മിനിമം വേണം. ഈ ഒരു ക്രൈറ്റീരിയ ഉള്ളവർക്ക് ഈ എക്സാമിന് കൊടുക്കാം. അതുപോലെ തന്നെ കാറ്ററിംഗ് മാനേജ്മെൻറ്റിൽ 3 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർക്കും ഈ ഒരു എക്സാമിൽ പങ്കെടുക്കാവുന്നതാണ്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ സമയം കളയാതെ ആ ലിങ്കിൽ അല്ലെങ്കിൽ QR കോഡിൽ പോയി നോക്കി നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരയ്ക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.